ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ടൈലറിംഗ് ക്ലാസ് നമ്പർ 10 ആണ്. അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 9 നമ്മൾ പലോസോ പാൻറ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്ന രണ്ട് പോർഷനായിട്ട് നമുക്കുണ്ടാവും. അതിൻ്റെ ഈ രണ്ട് പോർഷനിൽ ആ ഒരു കർവ് കണ്ടോ, ആ ഭാഗങ്ങൾ കണ്ടില്ലേ, അതിങ്ങനെ കറക്റ്റാക്കി നമ്മൾ ഒരുമിച്ച് വെക്കുക. അടി കണ്ടോ, ഇങ്ങനെ ആദ്യം നേരെ സ്ട്രെയിറ്റ് വന്നിട്ട് ചെറിയൊരു എൽ ഷേപ്പ് കണ്ടോ, അങ്ങനെ അത് ആ രണ്ട് ഭാഗങ്ങൾ നമ്മളത് ഈ രണ്ട് പീസിൻ്റെ ഇതുപോലെ വെക്കുക. നമുക്ക് രണ്ട് പീസായിരിക്കും ഉണ്ടാവുക. ആ രണ്ട് പീസുകൾ നല്ല വശവും ചേർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കൈ കൊണ്ട് കാണിക്കുന്ന പോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, രണ്ട് സൈഡും അടിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. അതായത് ഒന്ന് ഇപ്പുറത്തെ സൈഡ് അടിച്ച ശേഷം അപ്പുറത്തെ സൈഡ് അടിക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 1/4 ഇഞ്ച്. നമ്മൾ കൂടുതൽ തയ്യൽ തുമ്പ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ലൂസൊന്നും കൊടുത്തിട്ടില്ല അധികം, അതാണ്. അപ്പോൾ നമ്മൾ നല്ല വശം രണ്ട് പീസിൻ്റെയും നല്ല വശം ചേർത്ത് വയ്ക്കുക. അതെന്തിനാണ് അങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല വശത്തായിരിക്കും തയ്യൽ വീഴും, അതുകൊണ്ടാണ് നല്ല വശം ചേർത്ത് വെക്കുന്നത്. ഒരു സൈഡ് നമ്മൾ അടിച്ചു കൊടുത്തു, അതിനുശേഷം മറ്റേ സൈഡ് കൂടി ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് അടിച്ചു വരാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അപ്പോൾ അത് കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്റ്റിച്ചിങ് വീഡിയോ ആണ് പലോസോ പാൻറ്റിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കാണിച്ചത്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ രണ്ട് സൈഡാണല്ലോ നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു നേരെ വന്നിട്ട് എൽ ഷേപ്പ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ആക്കാതെ, ഇങ്ങനെ ആക്കണ സമയത്ത് വെറുതെ ഇങ്ങനെ തുറക്കണ സമയത്ത് നമുക്ക് ഇന്നൊന്ന് കുടയുമ്പോൾ ശരിക്കും ഒരു പാൻറ്റിൻ്റെ എൽ ഷേപ്പ് കണ്ടോ, ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് കറക്റ്റാക്കി ഞാൻ വീണ്ടും ഫ്ലോറിലൊന്ന് വിരുത്തി വെക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും കാലിൻ്റെ അടിയൊന്ന് മടക്കി അടിക്കണം. രണ്ട് കാലിൻ്റെ അടിയും നമ്മൾ ഒരു ഇഞ്ച് വെച്ച് 2 തവണ മടക്കുക. ആദ്യം 1 ഇഞ്ച് മടക്കുക, വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു എ ഷേപ്പ്, കാലിൻ്റെ എ ഷേപ്പില്ല, അതും അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് കാലിൻ്റെ അടിയൊന്ന് മടക്കി അടിക്കുക. അതിനുശേഷം നമുക്ക് കാലിൻ്റെ ആ ഒരു എ ഷേപ്പ് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ആദ്യം 1 ഇഞ്ച് മടക്കി കാലിൻ്റെ അടി, അതിനുശേഷം വീണ്ടും 1 ഇഞ്ച് മടക്കുക. ഇത് കാലിൻ്റെ അടിവശം, രണ്ട് കാലിൻ്റെ അടിവശം മടക്കണം. മടക്കുമ്പോൾ ഉൾവശത്തേക്ക് മടക്കുക, നല്ല വശത്തേക്കല്ല. നമ്മൾ ഇങ്ങനെ നമ്മുടെ തുണിയുടെ ഉൾവശത്തേക്ക് നമ്മൾ 2 തവണയായിട്ട് മടക്കുക കാലിൻ്റെ അടിഭാഗം കേട്ടോ. അപ്പോൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ ആ ഒരു ഭാഗം കണ്ടത്, ഇതിനെ ഇങ്ങനെ ഒരു ഇഞ്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം 1 ഇഞ്ച് മടക്കി, വീണ്ടും 1 ഇഞ്ചും കൂടി മടക്കിയിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് കാലിൻ്റെയും അടിവശം നമ്മൾ മടക്കി അടിക്കുക. ആദ്യം 1 തവണ മടക്കി, വീണ്ടും 1 തവണ മടക്കുക. അപ്പോൾ ഓരോരോ ഇഞ്ച് കനവണ്ണത്തിലാണ് നമ്മൾ മടക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 കാലും അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാല് എടുക്കുക. അതായത് ഒരു പീസിൻ്റെ ഒരു കാലെടുത്തിട്ട് അതിൽ നിന്നും നമ്മൾ നേരെ മേലേക്ക് എ ഷേപ്പിൽ അടിക്കണം. ഓക്കെ, അപ്പോൾ 2 പീസ്, ആദ്യം ഒരു പീസിൻ്റെ ഒരു കാല് ഒരുമിച്ച് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ച് ചെയ്തു വരാം. ഇത് അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പലോസോ പാൻറ്റ്, പക്ഷേ അത്യാവശ്യം നല്ല ഫിറ്റ് ആയിരിക്കും. ഒരുപാട് ലൂസ് നമ്മൾ ഇട്ടിട്ടില്ല, അതിന് ആവശ്യത്തിന് ലൂസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ വന്ന് അതിനുശേഷം അവിടെ നീഡിലിറക്കി പ്രഷർ ഫുഡ് തിരിച്ച് പ്രഷർ ഫുഡ് പൊക്കി നമ്മൾ തുണിയൊന്ന് തിരിച്ചിട്ട് വീണ്ടും നമ്മൾ പ്രഷർ ഫുഡ് താഴത്തേക്കാക്കിയിട്ട് ചെയ്തു വരിക. അപ്പോൾ മറ്റേ ഒരു കാലിൻ്റെ അതിൽ കൂടെ തെച്ച് എ ഷേപ്പിൽ കൂടെ ഒന്ന് മറ്റേ കാലിൻ്റെ അതിൽ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കതേ, ഇത് നമ്മൾ പഠിച്ചു കൊടുത്തത് ആ ഒരു ഷേപ്പ് നമ്മൾ അടിച്ചു കൊടുത്തു, കാലും മടക്കി അടിച്ചു. ഇനി നമുക്ക് മേൽവശം മടക്കി അടിക്കണം. ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് ചുറ്റും ഒന്ന് മടക്കി അടിക്കാം മേൽവശത്തും. അതിനുശേഷം നമുക്ക് എലാസ്റ്റിക്കിന് വേണ്ടി മടക്കി അടിക്കണം. അരവണ്ണം 40 ആണെങ്കിൽ എലാസ്റ്റിക് എടുക്കേണ്ടത് നമുക്കൊരു 31 32 ഇഞ്ച് എടുക്കാം. ഓക്കെ, ഇനി അരവണ്ണം നിങ്ങൾക്കിപ്പോൾ ഒരു 36 ആണെങ്കിലും ഒരു 27 അല്ലെങ്കിൽ 28 ഇഞ്ച് നീളമുള്ള എലാസ്റ്റിക് എടുക്കാം. 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് എടുക്കാം, 1/2 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് എടുക്കാം, 2 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കും എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മേൽവശം 1/2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് വക്കടിച്ചു കൊടുക്കണം, മടക്കി അടിക്കുന്നുണ്ട്. അല്ലാന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് നൂല് പിഞ്ഞ് വരും. അപ്പം അതൊന്നും ഇല്ലാതായിരിക്കാനായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കണം.
അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടെയാണോ അടിച്ച് തുടങ്ങിയത്, അതായത് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ മടക്കി അടിച്ചല്ലോ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വണ്ണം 1/2 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് മടക്കി അടിക്കുക, എലാസ്റ്റിക്കിൻ്റെ വെച്ച് വണ്ണം 1 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് മടക്കി അടിക്കുക. അപ്പോൾ എവിടെ നമ്മൾ മടക്കി അടിച്ച് തുടങ്ങിയോ അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് പുറകിലോട്ടായിട്ട് നമ്മൾ തയ്ച്ച് നിർത്താം. ഓക്കെ, അത് തുടങ്ങിയ ഭാഗത്ത് തന്നെ കൊണ്ട് തയ്ച്ച് നിർത്തരുത്. അപ്പോൾ എലാസ്റ്റിക് കയറാനുള്ള സ്പേസ് ഉണ്ടാവില്ല. എവിടെയാണോ നമ്മൾ ആദ്യം 1/2 ഇഞ്ച് ചുറ്റും അടിച്ചല്ലോ, പിന്നെ ശേഷം വീണ്ടും നമ്മളൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീണ്ടും മടക്കിയിട്ട് നമ്മൾ അടിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് തുടങ്ങിയത് അതിൽ നിന്നും ഒരു 3-4 ഇഞ്ച് പുറകിലോട്ട് വേണം നമ്മൾ സ്റ്റിച്ച് നിർത്തുക. അത് കണ്ടോ, അതെ നോക്കിക്കേ, കണ്ടോ ഇങ്ങനെ വരണം. ഇനി നമുക്ക് സേഫ്റ്റി പിന്നും കൊണ്ട് എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക്കിൻ്റെ പറഞ്ഞു അരവണ്ണം 40 ആണെങ്കിൽ 31-32 ഇഞ്ച് നീളമുള്ള എലാസ്റ്റിക് എടുക്കാം. അരവണ്ണം 36 ആണെങ്കിൽ 27-28 ഇഞ്ച് നീളമുള്ള എലാസ്റ്റിക് എടുക്കാം. അങ്ങനെ നമുക്കൊരു 8 ഇഞ്ച് ഒക്കെ 8 ഇഞ്ച് 9 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് അങ്ങനെ ഒരു കുറവിലാണ് എടുക്കുക. നല്ലവണ്ണം വലിയുന്ന എലാസ്റ്റിക് ആണെങ്കിൽ 7 ഇഞ്ച് അരവണ്ണത്തിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. നോക്കിയിട്ട് എങ്ങനെയാണ് വെച്ച് ചെയ്യാം. ഒട്ടും വലിയാത്ത എലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് എടുക്കേണ്ടി വരും, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് ആ എലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ഉള്ളിക്കൂടെ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് വന്നിട്ട് ആ രണ്ടും കൂടിയുള്ള എലാസ്റ്റിക്കിൻ്റെ ഭാഗം വെച്ചിട്ട് നമുക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ 2 എലാസ്റ്റിക്കും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എലാസ്റ്റിക് കയറ്റി കൊടുത്ത് അത് അടിച്ചു കൊടുത്ത ശേഷം ആ ഗ്യാപ്പ് ഉണ്ട് അല്ലേ, നമ്മൾ എലാസ്റ്റിക് കയറാനുള്ള ഗ്യാപ്പ്, അപ്പോൾ എലാസ്റ്റിക് ഒന്ന് കൈ കൊണ്ട് മെല്ലെ ഉള്ളിലോട്ടാക്കിയ ശേഷം ആ ഒരു തുറന്ന ഭാഗം കൂടി നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേ പലാസോ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള പലാസോ പാൻറ്റാണ്. അപ്പോൾ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഒരുപാട് ഫുൾ ലെങ്ത്തിലൊന്നും അടുന്നില്ല. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എലാസ്റ്റിക് ഇട്ട് നമ്മുടെ വലിയുന്നുണ്ട്, കണ്ടല്ലോ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യണേ.